അവൻ ഇത്ര ധൈര്യമോ? എന്ത് വിചാരിച്ചു റാസ്കൽ? ഇതറിഞ്ഞെങ്കിൽ അയാളോട് ഡ്രൈവറാക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കരയാതെ മോളെ, വേണ്ടത് ഞാൻ ചെയ്തോളാം. മുഖത്ത് കരുതിക്കാൻ വന്ന തെണ്ടി. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നൊന്നും നിനക്ക് തൊഴിൽ തന്നതിന് നീ കാണിച്ച നന്ദി ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. പിന്നെ നാട്ടുകാർ കഥ മാറ്റിപ്പറയും. എല്ലാം അസൂയമൊക്കെ തെണ്ടികളാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കുന്നില്ല. ഞാൻ നിന്നല്ലേ പറഞ്ഞത്? നിന്നെയാണല്ലോടാ ദ്രോഹി വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയത്. അമ്മേ, ഏത് പണിക്ക് പോട്ടെ, ഇല്ലെങ്കിൽ പാവം അപ്പുകുട്ടനല്ലേ ചേച്ചി? എന്തിനാ അച്ഛൻ അടിച്ചത്? പൊടി എവിടുന്നു? മോള് കരയാതെ, ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അയാൾ പുറത്തിറങ്ങി എന്തെങ്കിലും ഇല്ലാത്ത പറഞ്ഞു നടക്കും അമ്മേ. എങ്കിൽ അവന്റെ നാവ് ഞാൻ പിഴുതെടുക്കും. എന്റെ മോള് വിഷമിക്കണ്ട. എന്റെ മോളെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവന്റെ നാക്ക് പുഴുത്തു പോവും. സ്വന്തം ചേട്ടനെ പോലെയാ ഞാൻ അവനെ കരുതിയത്. കുടിച്ചോളാം. ഞാനിരുന്നോളാം. കുട്ടി ഇരിക്കും. വരൂ, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഈ ജീവിതകാലം മുഴുവൻ നാം ഒരുമിച്ച് കഴിയേണ്ടവരല്ലേ? വരൂ. എനിക്കിതൊന്നും പരിചയമില്ല. എന്ത്? ഒരു പെണ്ണുമായും ഞാൻ ഇന്ന് വരെ. എന്റെ ഭാഗ്യം. ഭാഗ്യം എന്റേതാണ്. കുട്ടിയെപ്പോലൊരു കുട്ടിയെ എന്നെ ഇഷ്ടമാണ്. കണ്ടപ്പോ മുതൽ എന്റെ മനസ്സിൽ എന്തോ പോലെ. എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ കണ്ടിരിക്കും. ഞാനങ്ങനെ ആരുടെ മുഖത്ത് നോക്കിയിട്ടില്ല. അനങ്ങിപ്പോകരുത്, ഒന്നുകളെയും. നിങ്ങൾ ആരാ? മിണ്ടരുതെന്നാ പറഞ്ഞു. എന്നെ കൊല്ലരുത്. ഞാൻ എന്ത് വേണമെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിലും ദി കൺട്രി നീഡ്സ് മീ ആൻഡ് മൈ സർവീസ്. പ്ലീസ്. മിണ്ടരുതെന്നല്ലേ പറഞ്ഞു. മിണ്ടാതെ എങ്ങനെ കാര്യം പറയും? ഈ വീട്ടിലുള്ള എന്ത് വേണമെങ്കിലും എടുത്തോളൂ. എനിക്ക് ലൈസൻസും ഉണ്ട്, തോക്കും ഉണ്ട്. അത് ഞാൻ പെട്ടിയിൽ വെച്ച് പൂട്ടിയിരിക്കുക. ഞാൻ അഹിംസയിൽ വിശ്വസിക്കുന്നു. അതുപോലെ നിങ്ങളും അഹിംസയിൽ ഒന്നുകളെയും മിണ്ടിയാൽ അനങ്ങിയാൽ രണ്ടിനെയും ഞാൻ കൊണ്ടു.
നിൽക്കവിടെ. ഇല്ലെങ്കിൽ അവരിരിക്കണേ. അനുസരിക്കാൻ അനുസരിക്കാൻ. ഇരിക്കാൻ. അപ്പൂന് വേണമായിരുന്നെങ്കിൽ മിണ്ടതെന്നല്ലേ പറഞ്ഞത്? അയ്യോ അനങ്ങിപ്പോകരുത്, കൊന്നുകളി. അപ്പു, എന്നെ കൊല്ലരുത്, എന്നെ കൊല്ലരുത് അപ്പു. ഇല്ല, നിന്നെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി. പക്ഷേ ഞാൻ വിടില്ല. നിന്നോട് നിന്റെ വർഗത്തോട് ഞാൻ പ്രതികാരം ചെയ്യും. ഇവിടെ നിന്ന് ഡ്രൈവറാണ്. സ്വഭാവ ദോഷം കൊണ്ട് പിരിച്ചുവിട്ടു. അതിന്റെ പ്രതികാരമായി. സാരമില്ല, ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. എന്നാലും വിഷമിക്കാതിരിക്കൂ രതിക്കുട്ടി. അവൻ കുത്തിയിരുന്നേ നമ്മൾ രണ്ടുപേരും ചത്തുപോവായിരുന്നില്ലേ? അതായിരുന്നു ഭേദം. പോയത് പോട്ടെ, ഇനി തോക്ക് നിറച്ചു വെച്ച് കിടക്കാം. ഇനി വന്ന ഈശ്വര സാക്ഷിയായി ഞാൻ അവനെ 6 റൗണ്ട് വെടിവെക്കും. ശ്രീരാമനും രാവണനെ കൊല്ലേണ്ടി വന്നല്ലോ, അതുപോലെ. എനിക്കിനി ജീവിച്ചിരിക്കണ്ട. അരുത് രതിക്കുട്ടി, ഇതാരും അറിയാതെ. ആരാ അവിടെ? എന്താ അവിടെ? എന്താ കുട്ടികളെ? ഗോ ടു യുവർ ക്ലാസ്സസ്. ഞാൻ 3:30 3:45 ഇടയ്ക്ക് വരുവേ. എന്താ നോക്കി നിൽക്കുന്ന? ഗോ ടു യുവർ ക്ലാസസ്. ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. എംഡി എന്നാ കെട്ടിപ്പിടിച്ചു പറ ഐ ലവ് യു. I love you. ഐ ലവ് യു. ഇതെന്താ ഐ ലവ് യു? എനിക്ക് പ്രശ്നമൊന്നുമല്ല, ഞാൻ പോയി പറഞ്ഞേക്കാം. എംഡി കെട്ടിപ്പിടിച്ച് ഐ ലവ് യു എന്ന്. എംഡി കെട്ടിപ്പിടിച്ച് ഇതൊരാനയല്ല, അല്ല ഇത് തേങ്ങയല്ല, അല്ല ഇത് ഒലക്കയുമല്ല. അല്ല